ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ റീസെൻ്റ് ഇഷ്യൂ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടവറാണ് വന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതിനുള്ള പരിഹാരം എന്താണ്? യൂണിവേഴ്സ് നൽകുന്ന പരിഹാരം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ് ഈ എനർജിയിൽ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ്? ഓക്കെ, റീസെൻ്റ് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഭൂതകാലത്തിൽ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്താണ് അടുത്തതായിട്ട് ഉണ്ടായത്? അടുത്ത സമയത്ത് എന്താണ് ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് ഉണ്ടായത്? ഓക്കെ, പ്രസൻറ്റ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഉള്ളത്? അയ്യോ, താങ്ക് യു യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? ഫ്യൂച്ചറിൽ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ അതെടുത്ത് ഇന്ന് നിങ്ങളുടെ ലൈഫ് എൻ്റെ ഗതി എങ്ങനെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൻ്റെ ഗതി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൻ്റെ ഗതി എങ്ങനെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു. ചുറ്റുപാടും, ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെല്ലാം എങ്ങനെയാണ്? ഏത് മൂഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് ഇന്ന് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ഏതായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചലഞ്ച് ചെയ്യുന്നതും ഭയപ്പെടുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ഏതായിരിക്കും? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഗുണപാഠം, ലൈഫ് ബേസ് ചെയ്ത് എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 8, 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 13, 4, 1, 16, 7, 5, 6, 10, 1, 10. ഓക്കെ, ഫയർ സൈൻ, എയർ സൈൻ, വാട്ടർ സൈൻ, എർത്ത് സൈൻ, ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, മജീഷ്യനിലെ എല്ലാ സൈനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാശികളും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും സംസാരം സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും രണ്ട് വശത്ത് ആയ അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ രണ്ടുപേർക്കും പരസ്പരം ഒന്നും അറിയാൻ കഴിയുന്നില്ല. 10 ഓഫ് കപ്പിൻ്റെ എനർജി ആയിരുന്നു. നല്ലൊരു സ്നേഹത്തോടു കൂടിയും ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഒരു ഫാമിലി എങ്ങനെയാണോ അതുപോലെ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ. ആ വ്യക്തികളുടെ ജീവിതത്തിലേക്കാണ് ടവർ വന്നിരിക്കുന്നത്. ഓക്കെ,
ഇവിടെ ടവർ വരാനുള്ള കാരണം തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത്, വിലക്കപ്പെട്ട ഒരു സ്ഥലത്ത് എന്തോ അലൗഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതോ ചിന്തകൾക്കോ സംസാരങ്ങൾക്കോ നിങ്ങളുടെ ലൈഫിൽ സ്ഥാനം കൊടുത്തു, മൂന്നാമതൊരു വ്യക്തിക്ക് സ്ഥാനം കൊടുത്തു. നിങ്ങളുടെ റിലേഷനെ നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നപ്പോൾ ഒരുമിച്ച് നിർത്തേണ്ടതും അതിൻ്റെ പ്രശ്നങ്ങളെ മാറ്റുന്നതും എല്ലാം നിങ്ങൾ രണ്ടുപേരും ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ മൂന്നാമതൊരാളിൻ്റെ കൈകടത്തലാണ് ഈ ഒരു ടവറിന് കാരണമായി തീർന്നത്. ഓക്കെ, അതിന് പരിഹാരം വന്നിരിക്കുന്നത് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉള്ള ഒരു വ്യക്തിയാണ് മജീഷ്യൻ. അവർക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും, അവരാഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഈ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു കാര്യം പറയാം, എത്രത്തോളം അതികഠിനമായ വിഷമം അനുഭവിക്കുന്നതായിട്ട് വ്യക്തികൾ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്രയും കഠിനമായ വേദന നിങ്ങളിൽ സൃഷ്ടിക്കാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു വിഷയത്തിന്മേൽ പേഴ്സൻ്റെ മെസ്സേജ് വന്നില്ല, കോൾ വന്നില്ല, അല്ലെങ്കിൽ അവരെയൊന്ന് കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് അത്രത്തോളം പവറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അത്രത്തോളം സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സന്തോഷത്തെ പിടിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അത്രത്തോളം യൂണിവേഴ്സ് പവർ ഉള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങളുടെ പവറിനെ നെഗറ്റീവായിട്ട് കാണുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. കരയുന്നതിന് വേണ്ടിയിട്ട്, നെഗറ്റീവായി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട്, നെഗറ്റീവ് അഫർമേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് അത്രയും ശക്തി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, ആ ചിന്തകളെ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചിന്തകളെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് ഗ്രോത്ത് വരും, റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നതായിരിക്കും. നല്ലതുപോലെ ചിന്തിക്കുക. ഒരിക്കലും നിങ്ങളിലേക്ക് വരത്തില്ല, ഒന്നും നടക്കത്തില്ല എന്നുള്ള ആ നെഗറ്റീവ് സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കും. അതിൻ്റെ മധ്യത്തും ഒരു വിശ്വാസം എന്നുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ വേണം. ഓക്കെ, ഫ്ലൈറ്റൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് യാതൊരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. ഈ ലൈറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റേതായ യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. സമൂഹം പോലും അങ്ങനെ കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരെ കല്ലെറിയുകയും തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്താണ് അവരുടെ ആ വിശ്വാസം, ഉള്ളിലെ ശക്തിയാണ് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യക്തികളിലുള്ള അതേ പവർ നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മുന്നിൽ സാധ്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ റീസെൻറ്റ് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്തതായിട്ട് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ഡെത്ത് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും അത് അവസാനിച്ചിരിക്കുന്നു. ചില വ്യക്തികൾക്ക്, ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഒരു ന്യൂ ബിഗിനിങ്, ഒരു റീയൂണിയൻ സ്റ്റാർട്ടായിരിക്കുന്നു. എത്ര പേർക്ക് അത് സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ചില വ്യക്തികൾക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്, ചില വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടും അവസാനിച്ചു. എത്ര പേർക്കാണ് പൂർണ്ണമായും അവസാനിച്ചതെന്ന് അവസാനിച്ച ആൾക്കാർ കമൻറ്റ് ചെയ്യേണ്ട. റീസ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അവസാനിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് അഫർമേഷൻ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലെല്ലാം പോസിറ്റീവ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് എഴുതണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം റീസെൻ്റായിട്ട് ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഒരു കോള് മെസ്സേജൊക്കെ നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നോ വ്യക്തികൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളോട് കൂടെ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളാൽ എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഓക്കെ, സ്നേഹമാണ് തോന്നുന്നത്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് അവർക്ക് വരുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നാലും, ഇപ്പോൾ റിലേഷൻ പൂർണ്ണമായിട്ടും ഡെത്തായിട്ടുള്ള എനർജി ആണെങ്കിലും നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത സപ്പോർട്ട് നിങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. റിലേഷൻ ഡെത്തായവർക്കാണ് വീണ്ടും നിങ്ങളുടെ പേഴ്സൺ അത് മറക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ന്യൂ ബിഗിനിങ് ആയ വ്യക്തികൾക്കും അത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് സ്നേഹം നിങ്ങളോടിപ്പോൾ തോന്നുന്നുണ്ട്, കരുണ തോന്നുന്നുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്,
8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം, ഒന്നും റിലേഷൻ മുന്നോട്ട് കാണാൻ കഴിയുന്നില്ല. ഈ റിലേഷന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എന്തിനാണ് ഈ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത് എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പരസ്പരം രണ്ടുപേർക്കും അറിയുന്ന കാര്യമല്ല. ഓക്കെ, ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങളുടെ പരസ്പരം വാക്കുകളെല്ലാം നിങ്ങളെ പരസ്പരം വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻ എന്താണ്? ഭയമാണ് റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ നിങ്ങളോടൊന്നും മിണ്ടുവാൻ, നിങ്ങളുടെ കോള് മെസ്സേജ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയമായിരിക്കും. കാരണം എന്താണ് ഈ ഒരു സമയത്ത് എന്താണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്? ചെയ്യാത്ത തെറ്റുകൾക്കാണോ നിങ്ങൾ ശിക്ഷിക്കുന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേഴ്സണെ എപ്പോഴെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചത്, അതിപ്പോൾ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും എനർജി രണ്ട് വശത്തേക്ക് ഒരുപോലെ വരാം. ഓക്കെ, ഹാങ്ഡ് മാനാണ് ഇവിടെ. ഹാങ്ഡ് സിറ്റുവേഷനാണ്. ഒന്ന് എന്താണ് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല, ഭയമാണ്, മാനസിക ബലമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഓക്കെ, ഒരുപാട് പെയിനാണ്. ഇവിടെയും സോഡിൻ്റെ എനർജിയാണ്. മാനസിക വിഷമമാണ് നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായത്. ഓക്കെ, അത് ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കും. റിലേഷൻ പ്രോബ്ലം അതാണ്, മാനസിക വേദന. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യാതെ കണ്ണും കൈയും കെട്ടിയ അവസ്ഥ ഇവിടെയും അത് തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൽ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ഗ്രോത്ത് ഉണ്ടാകും. ചിലപ്പം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുമായിട്ട് മിണ്ടും. ഒരു റീയൂണിയൻസ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകും. ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരുമിച്ച് താമസിക്കും. വാവു, ദ വേൾഡാണ് വന്നിരിക്കുന്നത്. ഒരുമിച്ച് പോകും. ഓക്കെ, സ്ട്രെങ്ത് വരും. 9 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതായി തീരും. നിങ്ങൾ അവരെ ഒരുപാട് സഹായിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരും. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ കൂടുതലായിട്ടും വരേണ്ടതായിട്ടുണ്ട്. വേൾഡാണ് വന്നിരിക്കുന്നത്. ഒന്നിൻ്റെ അവസാനവും മറ്റൊന്നിൻ്റെ തുടക്കവുമാണ്. ഓക്കെ, ഗ്രോത്ത് ഉണ്ടാകും. ഭൂമി എന്ന് പറയുന്നത് ഗ്രോത്തിൻ്റെ ഉറവിടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സ്നേഹത്തിലും ഒക്കെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇവിടെ ലോട്ടസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പറയുന്നത്. നിങ്ങളുടെ അഫർമേഷൻ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഓക്കെ, ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം ഒരു ലോട്ടസ് എങ്ങനെയാണ് ഏറ്റവും ചേറിൽ നിൽക്കുമ്പോഴും ഏറ്റവും മനോഹരമായിട്ട് സന്തോഷിക്കാൻ, ഏത് പ്രതിസന്ധിയിൽ നിന്നാണെങ്കിലും പൊട്ടി പുറത്ത് വരുവാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ബട്ടർഫ്ലൈയെ കാണിക്കുന്നുണ്ട്. സ്പിരിച്വലായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ബട്ടർഫ്ലൈയുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇന്നലത്തെ റീഡിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. പുഴു പൂപ്പ എന്ന് വന്നതിന് ശേഷം ഫ്രീഡം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഐസൊലേഷൻ, ഒരു പ്യൂപ്പ, ഒരു കൂടിൻ്റെ അകത്തിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പൊട്ടിച്ച് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അതിന് സമയചക്രമുണ്ട്. അതിനെല്ലാത്തിനും നിങ്ങൾക്ക് കാലം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ നിങ്ങളിരിക്കുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ മനോഹരമാണ്. ഏത് സിറ്റുവേഷനിലാണെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് വിചാരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയോടൊപ്പം പോയി എന്ന് വിചാരിക്കുന്നതും, നിങ്ങളിലേക്ക് കടന്നു വരാനും നിങ്ങളോട് മിണ്ടാവാനും കോള് മെസ്സേജ് ചെയ്യുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പം അത് നിലനിർത്തി നിങ്ങളുടെ എനർജിയെ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കുടുംബത്ത് വളരെ സന്തോഷങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വന്നു ചേരുന്ന ദിവസമാണ് ഇന്നേ ദിവസം. എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. എത്രത്തോളം വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വന്നു ചേരും. ഇത് നിങ്ങളുടെ എനർജിയായി സ്വീകരിക്കുക. ഇന്ന് സാമ്പത്തികമായി കുടുംബത്തിൽ അനുഗ്രഹം ലഭിക്കും. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്താണോ അവസാനിച്ചു മാനസികമായി തളർന്നിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ വിചാരിച്ചു ഏറ്റവും ഭംഗിയായി തീരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ നടക്കാതെ മനസ്സ് തളർന്നു പോയ ഏതെങ്കിലും വിഷയത്തിൽ നിൽക്കുന്നുവെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം വരികയാണ്. 8 ഓഫ് പെൻറ്റിക്കിളാണ് വരുന്നത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ജോലി ഓഫർ വരുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചില സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നതാണ്.
നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട വേറെ മറ്റെന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പണം തിരിച്ച് ലഭിക്കുന്നില്ല, പെൻഡിങ്ങിൽ കിടക്കുന്ന പണമുണ്ടെങ്കിൽ ആ പെൻഡിങ്ങിൽ കിടക്കുന്ന പണം ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, അത്ഭുതമായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ന് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. പോസിറ്റീവായി ചിന്തിക്കുക, മനസ്സിൽ അല്പം പോലും നെഗറ്റീവ് ചിന്തിക്കാതെ ഇത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടും എങ്ങനെയാണ്, നിങ്ങളുടെ പരിസ്ഥിതി ഏത് നിലയിലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്, പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ പരിസ്ഥിതിയാണ് ഇന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്തത്, നിങ്ങൾ ചെയ്ത ഗോള് എന്താണോ, സാമ്പത്തിക നേട്ടമാണ് ഇന്നത്തെ ഇത്. കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം എവിടെന്നെങ്കിലും. വലിയ കൊട്ടക്കണക്കിനൊന്നും ചിന്തിക്കേണ്ട, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുവെങ്കിൽ, ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് വസ്തു വിൽക്കാൻ കഴിയാതെ വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഇന്നേ ദിവസം വസ്തു വിൽക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇന്നേ ദിവസം നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് സോഡ് ആണ്. ചില ഡെവിൾ എനർജികൾ ലൈഫിൽ നിന്നും മാറ്റിവിടുന്നതിന് ചില ചിന്തകൾ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ, സംസാരങ്ങൾ, ചില വ്യക്തികൾ, ചില നെഗറ്റീവ് മാത്രം പറയുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ അകറ്റി വിടുകയാണ്, പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് നിങ്ങൾ ചില ചലഞ്ചിങ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില ഡെവിളിൻ്റെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതിന് ചില ചലഞ്ചിങ് ജോലി സ്ഥലത്തായിരിക്കാം, അതല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളിൽ നിന്നായിരിക്കാം, ചില വ്യക്തികളുടെ നെഗറ്റീവ് ഉപദേശങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾ പുറത്ത് വരാൻ പോകുന്നു. ആ പുറത്ത് വരുന്നതിന് നിങ്ങൾക്ക് ചില ചലഞ്ചിങ് ആയിട്ട് നേരിടേണ്ടതായിട്ടുണ്ട്. ചില അഡിക്ഷൻ, നിങ്ങൾക്ക് ചില മദ്യപാനത്തിലാണെങ്കിലും ശരി, മറ്റ് ചില അഡിക്ഷനുകളിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു. ആ അഡിക്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാൻ നിങ്ങൾ ചലഞ്ച് നേരിടുന്നുണ്ട്. ചില വ്യക്തികളുടെ വായിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ, പേഴ്സണെ കുറിച്ചാണെങ്കിലും ശരി നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുക, ചില മോശമായ വേർഡുകൾ എപ്പോഴും നോർമലി നിൽക്കുന്ന സമയത്ത്, നോർമലി സംസാരിക്കുന്ന സമയത്ത് പോലും ആ നെഗറ്റീവ് വേർഡുകൾ വരിക, ശാപവാക്കുകൾ പറയുക, സ്വയം ശപിക്കുക, മറ്റുള്ളവരെ ശപിക്കുന്ന വാക്കുകൾ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരികയാണ്. ആ ഒരു പുറത്ത് വരുന്നതിന് ചില ചലഞ്ചിങ് നിങ്ങൾ നേരിടുന്നുണ്ട്. ചില ഡെവിൾ എനർജികളെ, ചില വ്യക്തികളെ നിങ്ങൾ ഇന്നേ ദിവസം ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു, ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നു എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് വേറെ ഒന്നും എഴുതണ്ട, പേടി ചലഞ്ച് ഇന്നേ ദിവസം എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതരുത്. ഓക്കെ, അപ്പോൾ അടുത്തത്, ഇന്ന് നിങ്ങളുടെ ഈ ലൈഫിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലൈഫിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള പാഠം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹെയറോഫന്റ് വന്നിരിക്കുന്നത്? ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരണം. ചില ആവശ്യമില്ലാത്ത ഉപദേശങ്ങളുണ്ട് നിങ്ങൾക്ക്. നെഗറ്റീവായി ചില വ്യക്തികൾ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. ആ വ്യക്തികൾ ആര് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അതിന് ടവർ കൊടുക്കുക. അത് ടവറാണ് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഭയങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില ഭയങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവസാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള പ്രൂഫ് ഇല്ലാതെ ഊഹാപോഹങ്ങൾ കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് എനർജിയെ അട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നെഗറ്റീവാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാർഡ് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കുന്ന വ്യക്തികൾ ആരെങ്കിലും കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയോ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രം, നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യുവാൻ.
അല്ലാതെ നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചില കൂട്ടുകെട്ടുകൾ, നിങ്ങളെ ചതിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള കൂട്ടുകെട്ടുകളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ചില കേസുകൾ, വഴക്കുകൾ നിങ്ങൾ ആവശ്യമില്ലാതെ നടത്തുന്നുവെങ്കിൽ അതിന് ഒരു ടവർ കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ കേസ് വഴക്കുകളിലേക്ക് കടന്നു പോകുക ന്യായമാണ് എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുക, നോളജ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന വ്യക്തികളിൽ നിന്നും കുറച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ഭയത്തോടുകൂടി ഇരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോംവഴി കണ്ടെത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുക. നെഗറ്റീവായ ആൾക്കാരിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, നെഗറ്റീവ് തോട്ട് നിങ്ങളിൽ വരാതിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ സാമ്പത്തികമായിട്ടുള്ളത് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ നടക്കും. അത് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചാലാണ് മഹത്വം കാണുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതല്ല. എന്തും വിശ്വാസത്തിൻ്റെ പേരിലാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. ഓക്കെ, നാം പാതി ദൈവം പാതി, നമ്മുടെ വിശ്വാസം. ഇതിപ്പോൾ നെഗറ്റീവാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ നെഗറ്റീവാണ് വിശ്വസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് വരും. എന്താണോ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതിലെ എല്ലാ എക്സ്ട്രാ എനർജിയെയും നീക്കി യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇതിലെ എക്സ്ട്രാ എനർജിയെ നീക്കി യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി ഏറ്റവും കറക്റ്റായിട്ട് തന്നെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ റീസെൻ്റായിട്ട് റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള ഇഷ്യൂ എന്താണ്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അതിനുള്ള പരിഹാരം എന്താണ്? റീസെൻ്റ് പാസ്റ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് റീസെൻ്റ് പാസ്റ്റിൽ എന്താണ് നടന്നത്? ഓക്കെ, പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ പ്രസൻറ്റിലെ മൈൻഡ് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, സംശയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം എന്താണ്? എല്ലാവരും നോക്കുക, ജെന്യുവനായിട്ടുള്ള സംശയമാണോ നിങ്ങൾക്കുള്ളതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് എന്താകും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് എന്താകും? വൗ, സെയിം. നിങ്ങൾ മിററിങ് ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഒരേ കാർഡാണ് ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലൈഫ് ലെസൺ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൻ്റെ റൂട്ട് ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചില ചിന്തകളാണ് അവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കറക്റ്റ് മിററിങ് ആണ്. ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് തോന്നുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക, പ്രാർത്ഥനയോടുകൂടി കാണുക, എന്നാൽ മാത്രമേ എനർജി ലഭിക്കൂ. ഓക്കെ, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏത് തരം ചുറ്റുപാടുകളാണ് ഇന്ന് നിങ്ങളുടെ പേഴ്സണെ സമീപിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? ഭയപ്പെടുന്നതും ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം എന്താണ് ഇന്നേ ദിവസം? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇന്ന ദിവസം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പഠിക്കാത്ത ദിവസം. ഓക്കെ, അവരുടെ ലൈഫിൽ പഠിക്കേണ്ട പാട്, റിലേഷൻഷിപ്പിലല്ല
അവരുടെ ലൈഫിൽ പഠിക്കേണ്ടതായിട്ടുള്ള പാഠം എന്താണ് ഇന്നേ ദിവസം? ഗുണപാഠം. ഓക്കെ, വളരെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഇടുക നിങ്ങളുടെ റെസനേറ്റ് ആകുന്നുള്ളതെന്ന്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ റൂട്ട് ഇഷ്യൂ അത് നിങ്ങളുടെ ഇഷ്യൂ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ഗുണപാഠമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമായിട്ട് യൂണിവേഴ്സ് പറഞ്ഞ കാര്യമാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിങ്ങൾ നേരെയാവാനുണ്ട്, നിങ്ങളുടെ ഭാഗം ഒരുപാട് ശരിയാക്കാനായിട്ട് ഉണ്ട്. നമ്മൾ വാദിക്കും, നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വാദിക്കും. എല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പം എന്ത് തെറ്റ് ചെയ്താലും എല്ലാവർക്കും അവനവനെയാണ് വാദിച്ച് നേരെയാക്കുന്നത്. അപ്പം നിങ്ങളൊന്നും കൂടി നോക്കുക, തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്ഷമ. നിങ്ങളും നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ആത്മാവും മാത്രമാണ് അറിയുന്നത്. അപ്പം നിങ്ങളവിടെ ഒന്ന് ഏറ്റുപറഞ്ഞ് മാറ്റേണ്ടതും തിരുത്തേണ്ടതും സ്വന്തം കോടതി വരുത്തുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കോടതി ന്യായവിധി നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം റീസെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഹെയറോഫൻ്റ് ആണ്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തോ കേസിലും വഴക്കിലും നിങ്ങൾ എന്തെങ്കിലും കേസോ വഴക്കോ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, ഒരുപാട് തകർക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ചില കേസ് വഴക്കുകൾ, ചില ആൾക്കാരുടെ ഇടപെടലുകൾ, ചില ആൾക്കാർ നിങ്ങളുടെ പേഴ്സണെ സമീപിക്കുന്നു, സംസാരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. കോടതി കയറി ഇറങ്ങുന്നത്, വക്കീലിന് പണം കൊടുക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരുപാട് പെയിനാണ് അനുഭവപ്പെടുന്നത്. റിലേഷൻ എന്തായി തീരുമെന്നോ ഒന്നും അവർക്കറിയുന്നില്ല. വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവർ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരമെന്ന് യൂണിവേഴ്സ് പറയുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്ത് പരിഹാരമാണ്? പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്ത് പരിഹാരമാണ് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് നൽകുന്നത്? ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് വെയിറ്റ് ചെയ്യുക എല്ലാത്തിനും. കാരണം സമയം അനുകൂലമാകണം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, പ്രശ്നങ്ങളെ സൈഡിലേക്ക് മാറ്റി നിർത്തുക. സ്ട്രഗിളുകളെല്ലാം ലൈഫിൽ ഉണ്ടാകും, പക്ഷേ അതിലോട്ടൊന്നല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് ഹാപ്പിയാക്കി വെക്കുക, നിങ്ങളുടെ ലക്ഷ്യം നോക്കുക, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളാണ്. ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ജോലിയിലേക്കും കൂടുതൽ ശ്രദ്ധ വയ്ക്കുക, മടിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, അപ്പം അതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പരിഹാരം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണ്? ലൈഫിൽ ഈ കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ എന്തിനെ ചൊല്ലിയായിരുന്നോ? ഒരു സ്ത്രീയെ ചൊല്ലിയായിരുന്നു വഴക്ക്. ഓക്കെ, അത് ചിലപ്പോൾ പ്രായമുള്ളതായിരിക്കാം, അമ്മയായിരിക്കാം, അമ്മയായാലും പെങ്ങന്മാരായാലും കൂട്ടുകാരി ആയാലും ഒരു സ്ത്രീയാണ്. ഓക്കെ, ഇത് കാണുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും വഴക്കുണ്ടായത് റീസെൻ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പാസ്റ്റിൽ വഴക്കുണ്ടായത് ഒരു സ്ത്രീയെ ചൊല്ലിയിട്ടായിരുന്നു. ഓക്കെ, അവരുടെ സൗന്ദര്യത്തെ ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ട്, അവരുടെ സാമ്പത്തികത്തെ ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ട്, അവരുടെ കുടുംബത്തെ ചൊല്ലി അവരുടെ കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഗ്രോത്ത് സാമ്പത്തികമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ട്. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളെ ചൊല്ലി നിങ്ങളുടെ ലൈഫിൽ വഴക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രഗ്നൻ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം, ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുമാകാം, സ്ഥാനമാനങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം. ആ സ്ഥാനം വേറെ ആർക്കെങ്കിലും കൊടുത്തോ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ഫ്രണ്ട് വന്നിട്ടുണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്താണേ, കഴിഞ്ഞു പോയതാണ്. ചില വ്യക്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, പ്രസൻറ്റ് നിങ്ങളുടെ മനസ്സ്. ഓക്കെ, പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് പേഴ്സൻ്റെ മനസ്സെന്നുള്ളതാണ്. അപ്പം പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലെന്ന് പറയുന്നത് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ പേഴ്സൺ മറ്റാർക്കോ എന്തൊക്കെയോ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ഇവിടെ 3 വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ
ഭിക്ഷക്കാരിയാക്കി നിർത്തിയിരിക്കുന്നു, യാചകിയാക്കി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ യാചകനായി നിർത്തിയിരിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇത് റിയൽ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമാജിൻ ആയിരിക്കാം. എത്ര പേർക്ക് റിയൽ ആണെന്നും എത്ര പേർക്ക് ഇമാജിൻ ആണെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മനസ്സാണ് നിങ്ങളുടെ മനസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്നേഹം, സമയം, പണം, ശ്രദ്ധ എല്ലാം മറ്റൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നു എന്നാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഗതി ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ആണോ എന്നുള്ള കാര്യവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. മാനസികമായി തളർന്ന് എനിക്ക് ഒരു സന്തോഷവും ഇല്ലാതെ 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടിയും നിങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം. ഓക്കെ, മദർ യൂണിവേഴ്സ്, പ്രോബ്ലം ഇവിടെ വന്നു കഴിഞ്ഞു റീസെൻറ്റ് പാസ്റ്റിൽ. എങ്കിലും അടുത്തതായിട്ടുള്ള എന്ത് പ്രോബ്ലമാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും ഇല്ല. ദ സ്റ്റാർ ആണ്. ചില ബാലൻസിങ് കിട്ടുന്നില്ല, നിന്ദയ്ക്ക് ബാലൻസിങ് ലഭിക്കുന്നില്ല. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അഫർമേഷൻ ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അഫർമേഷനാണ് നടക്കുന്നത്. വിശ്വാസമില്ലാത്തത്, റിലേഷൻഷിപ്പിലൊരു വിശ്വാസം ഇല്ലായ്മയാണ് ഇതിൽ പ്രശ്നമായിട്ട് വരുന്നത്. എടുത്തു പറയത്തക്കമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. അറിയാത്ത വിഷയങ്ങൾക്ക് ചിലപ്പം ഒരു വ്യക്തതയും ഇല്ല, എന്തെങ്കിലും ഊഹാപോഹങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്ന അൺനോൺ ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലപ്പം സത്യമായിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ സത്യമായിരിക്കാം, പക്ഷേ അതിനുള്ള പ്രൂഫുകളൊന്നും നിങ്ങളുടെ വശത്തില്ലാതെ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഏത് ഗതിയാണ്, ഈ റിലേഷൻ്റെ ഗതി എങ്ങോട്ടാണെന്നൊന്നും അറിയാൻ വയ്യാതെ ഉള്ള വെപ്രാളത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ആ സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, ഇത്രയും ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സൗണ്ടിനെക്കാളും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അടുത്തത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചറിൽ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സെയിം നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ ഒന്നാകേണ്ട വ്യക്തികൾ ഒന്നാകും, ഇല്ല എങ്കിലും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു കോൺടാക്റ്റ് എന്തായാലും വരും. മെസ്സേജ്, കോള് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വരും. ചിലപ്പോൾ എന്നേക്കുമായിട്ട് ഇനി ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ വിചാരിച്ച് പോയ വ്യക്തികളാണെങ്കിലും ശരി തന്നെ ഒരു കോൺടാക്റ്റ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. റീയൂണിയൻ ആവശ്യമുള്ള വ്യക്തികൾ റീയൂണിയനും വരും. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിളാണ്. ഒരു ജഗ്ലിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് ക്യൂൻ ഓഫ് വാൺസ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരും. ഓക്കെ, ജഗ്ലിങ് സിറ്റുവേഷനിൽ നിന്ന് മാറ്റം കിട്ടും. റിലേഷൻ്റെ ഫ്യൂച്ചറാണ് പറയുന്നത്. ഏതെങ്കിലും 2 വിഷയങ്ങൾ, ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുമായിട്ടുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ അതിലൊക്കെ മാറിയിട്ട് ഒരു ഗ്രോത്ത്, ഒരു ബാലൻസിങ്ങിൽ വരും. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഗ്രോത്ത് കൊണ്ടുവരും. നിങ്ങൾക്ക് സ്ഥാനം തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ആ ഒരു സ്ഥാനമൊന്നും തരാതെ ആ സ്ഥാനം മറ്റേതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നെല്ലാം അതെല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാനങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഗ്രോത്താണ്, റിലേഷൻ ഗ്രോത്താണ് വരുന്നത്. ഇപ്പോൾ 2 സിറ്റുവേഷൻ കാണുമായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെയും 2 ഓഫ് നിങ്ങളുടെ ചിന്തകൾ ഒരു പക്ഷേ സത്യമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും സത്യമാകണമെന്നില്ല, ചില വ്യക്തികൾക്കെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ജഗ്ലിങ് സിറ്റുവേഷനിലെല്ലാം നിങ്ങളുടെ ലൈഫിൽ മാറുന്നതായിരിക്കും, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മാറുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫാണല്ലോ, മാറുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇന്ന് എന്തുകൊണ്ടാണ് 7 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? 2 കാർഡുകൾ, 2 അല്ല, ഒരുപാടുണ്ട്.
ചില തടസ്സങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, ചില വഴി തടസ്സങ്ങൾ, നിങ്ങൾ പേഴ്സൺ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം സാധിക്കുന്നതല്ല. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഇന്ന് ഓഫർ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും റെസനേറ്റ് അല്ല. സെയിം എംപ്രസ് കാർഡാണ് ഇവിടെ കാണിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഓഫർ കൊടുക്കാൻ പോകുന്നെങ്കിൽ ഇത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇന്നേ ദിവസം അത് സംഭവിക്കുന്നതല്ല. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നോ എന്തോ, എന്തായാലും ഇന്നേ ദിവസം അത് ക്യാൻസലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇന്നേ ദിവസം ആ ഒരു കാര്യത്തിന് തടസ്സമാണ് കാണുന്നത്. പ്രപ്പോസിങ് ആണ് കാണുന്നത്. ഓക്കെ, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ആരെയോ പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് പോകുന്നുണ്ട്. പക്ഷേ അത് നടക്കത്തില്ല. ചിലപ്പോൾ വിവാഹമായിരിക്കാം, ആ വിവാഹത്തിന് പരസ്പരം കാണാൻ വരുന്നതായിരിക്കാം. അപ്പോൾ അതൊന്നും ഇന്നേ ദിവസം നടക്കുന്നില്ല. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഫാമിലിയും ഒത്തുള്ള ചുറ്റുപാടാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെയാണ്. ജോലിയൊക്കെ വന്ന് ചേരുന്ന അവസ്ഥയാണ്. ഇന്ന് നല്ല ഒരു ചുറ്റുപാടാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിട്ടുള്ള ചുറ്റുപാടാണ്. ജോലി സ്ഥലത്താണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ദിവസമാണ് ഇന്ന് നടക്കുന്നത്. ചില ഓഫറുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ടുള്ള ലവേഴ്സ് ഓഫറുകളൊക്കെയാണ് ഇന്ന് തടസ്സങ്ങൾ നേരിടുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. മറ്റേതെങ്കിലും വ്യക്തികളിലാണെങ്കിലും നിങ്ങളിലാണെങ്കിലും അത് തടസ്സമായിരിക്കും വരുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം. ഇപ്പം നിങ്ങളടുത്താണ് തിരിച്ചു വരുന്നതെങ്കിലും ഇന്നേ ദിവസം തടസ്സമാണ് കാണുന്നത്. അടുത്ത നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഭയക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നേ ദിവസം ഭയപ്പെടുന്നതും ചലഞ്ചിങ് അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്താണ്? ടു ഓഫ് വാൻസ് ആണ്. ഒരു യാത്ര, എവിടെയോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു ഇന്ന ദിവസം. അതൊരു ചലഞ്ചിങ് ആയിട്ടും ഭയമായിട്ടും നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ കാര്യം നടക്കുമോ എന്നുള്ള രീതിയിൽ യാത്രയ്ക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ഭയപ്പെട്ട് നിൽക്കുന്നത്. എന്തോ ഒരു യാത്ര, എവിടെയോ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. ഇന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അങ്ങനെ വരുന്നുണ്ടോ എന്നറിയത്തില്ല. കാരണം നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് യാത്ര? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടു ഓഫ് വാൻസ്. എങ്ങോട്ടാണ് ഈ ഭയന്ന് പോകുന്നത്? കള്ളന്മാരാണെങ്കിലല്ലേ ഭയക്കേണ്ടതുള്ളൂ അല്ലേ? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഭയക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ള ആരോ ഒരു മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഒരു യാത്ര വരുന്നുണ്ട്, അതിനെയാണ് ഭയപ്പെടുന്നത്. ഇവിടെ വരുന്നത് 10 ഓഫ് സോഡ് തന്നെയാണ്. എന്തോ ഒരു ചീറ്റിങ്ങിനെ എവർ കാരണം ചീറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ഫേസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഇന്നുള്ളൊരു മീറ്റിങ്ങിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് അതാണ്, ഓഫർ നടക്കത്തില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആർക്കോ ഒരു ഓപ്പറേഷൻ, ഹോസ്പിറ്റലിലോ ഓപ്പറേഷനോ അങ്ങനെ എന്തോ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച്, ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർക്കല്ല, അവരുടെ പ്രിയപ്പെട്ട ആർക്കോ. ഓക്കെ, അപ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിൽ അവർക്ക് കുറച്ച് ടെൻഷനും വിഷമങ്ങളും നേരിടുന്നുണ്ട്. ഒരുപക്ഷെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഒന്നുകിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിനാണ് ഭയപ്പെടുന്നത്, യാത്രയ്ക്ക് ഭയപ്പെടുന്നുണ്ട്, പുതിയ റിലേഷന് ഓഫർ കൊടുക്കുന്നതിന് ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈഫ് ലെസണായിട്ട് പഠിക്കേണ്ടത്, ജീവിതത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? അവരുടെ റൂഡായിട്ടുള്ള സ്വഭാവങ്ങളാണ്, ചില രഹസ്യങ്ങളെയാണ്, അവരുടെ ദേഷ്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, അവരുടെ ഉള്ളിൽ ഇമോഷൻ ഇല്ലെങ്കിൽ ഇമോഷനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു ഫാമിലിയെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരുപാട് കല്ല് പോലെയുള്ള, എത്രയൊക്കെ കരഞ്ഞാലും വിഷമിച്ചാലും അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ യാചിച്ചിരുന്നാലും അതൊന്നും മനസ്സലിയാത്തൊരു വ്യക്തിയാണെങ്കിൽ മനസ്സലിയണം. ഓവറായിട്ടുള്ള കൺട്രോളിങ് ഒഴിവാക്കണം. ഓക്കെ, ചില പട്ടാള ചിട്ടകളൊക്കെ ഉണ്ടല്ലോ, ഓഫീസ് ചിട്ടകളൊക്കെ വീട്ടിലും അല്ലെങ്കിൽ പേഴ്സണലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളിലും നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റുക. ആരുമായിട്ട് എപ്പോഴും വഴക്കിടുന്ന സ്വഭാവം, ഓക്കെ,
ഈ വ്യക്തിയാണ്ട് കാലിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴത്തേക്ക് ഇട്ടിരിക്കുന്ന കാര്യമാണ് ഇട്ടിരിക്കുന്നത്, ചുമ്മാ ഇരിക്കുമ്പോഴും ഇട്ടിരിക്കുന്നത്. കാരണം എപ്പോഴും ഇയാളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കുണ്ടാകുമെന്നുള്ള നിശ്ചയമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് ഇപ്പോൾ ആയിരിക്കുന്നത്. ചിലപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള വ്യക്തി ആയിരിക്കും, പക്ഷേ സാഹചര്യങ്ങൾ അവരെ കുറച്ച് കഠിനമാക്കി നിർത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന് നോക്കുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഇത് ഡെയിലി എനർജി ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഡെയിലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി എനർജി കാണാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ഉൾപ്പെടുത്താം. ഒറ്റയ്ക്ക് ഒരു റീഡിങ് പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ സമയം ഇത്രയും രാവിലെ വന്നിട്ട് ഇങ്ങനെ സമയം ചെയ്യുമ്പോഴത്തേക്ക് വ്യൂസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയം നഷ്ടമായി പോകും. അപ്പം വ്യൂസ് കിട്ടുന്ന കണ്ടൻറ്റ്സ് മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ചില വ്യക്തികൾ പറയുന്നു ഒരു ന്യൂ ലൈഫിനെ കുറിച്ച് നോക്കുക. അപ്പോൾ ഒരു ന്യൂ ലൈഫിന് ആ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഒരു ന്യൂ ലൈഫിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ന്യൂ ലൈഫ്, ആ വ്യക്തി ഒരു ന്യൂ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ന്യൂ ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള എനർജിയാണ്. ന്യൂ ലൈഫുകാർക്ക് ഒന്നിൽ കൂടുതൽ കാർഡ്, അങ്ങനെ അധികം കാർഡ് എടുത്ത് പറയാൻ പറ്റത്തില്ല. ഒറ്റ കാർഡ് ഇങ്ങനെ വന്നിട്ട് ആണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണോ ന്യൂ ലൈഫ് ആഗ്രഹിക്കുന്ന ആ വന്നു കയറുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കും. 10 ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങൾക്ക് തരും. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് ഈ മഴവില്ലെന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരുപാട് സന്തോഷവും ഒത്തൊരുമയോടുകൂടിയും നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ്. അവരുമായിട്ട് വിവാഹം നടക്കും. ഒരു ഐക്യത ഉണ്ടാകും. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. നിങ്ങൾ തങ്ങളിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. ഓക്കെ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒന്നിലും ഒരു മാറ്റമില്ല. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ ബേർഡനും അവസാനിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും പോസിറ്റീവ് കാർഡിൽ ഇങ്ങനെ ഒരു വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ് മാറുന്നതാണ്. ഓക്കെ, ഒരു വ്യക്തി കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാർഡ് മാത്രമേ ഒരു ന്യൂ ബിഗിനിങ് ആർക്ക് പറയാനുള്ളൂ. അപ്പോൾ റീഡിങ് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഇതെടുക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എടുത്ത എനർജികൾ കൂടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ കാര്യമാണെങ്കിലും വീട്ടിൻ്റെ കാര്യമാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ. ഓക്കെ, ഞാൻ ലൈവിൽ വരുമ്പോഴത്തേക്കും പറയാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ വിഷയത്തിലേക്ക് കടന്നു പോകുന്നത് കാരണം സബ്സ്ക്രൈബിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.